ഇടയ്ക്ക് ഇങ്ങനെ രാവിലെ വെറുതെ നടക്കാൻ ഇറങ്ങി നോക്കി ഈ സ്ഥലം കണ്ടത് സീന് സാധനം. പക്ഷെ ഫോട്ടോത്തിൽ അത്ര രസം കിട്ടുന്നില്ല കേട്ടാ. ഞാൻ ഏതോ ഒരു വയലിൻ്റെ നടുവിലിട്ടേക്ക്. പക്ഷെ ഇവിടെ എല്ലാം മണ്ണ് നിർത്തിയേക്ക്. നമ്മൾ പറയാൻ വന്നതല്ല. ആക്ച്വലി നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും, റീവയർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കാണുന്ന ഓരോ റീല്, നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, അതുപോലെ തന്നെ നമ്മൾ സ്മെല്ല് തുടങ്ങി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നമ്മുടെ തോട്ടുമായിട്ട് കണക്റ്റഡാണ്. കാരണം നമ്മുടെ ബ്രെയിന് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മുടെ ബ്രെയിൻ ഇൻപുട്ട് ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഉള്ള നമ്മൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നനച്ച സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകുന്ന വണ്ടി തന്നെ കയറണം, എന്നാലേ നമുക്ക് അവിടെ എത്താൻ കഴിയും. അപ്പോൾ അതേപോലെ നമ്മൾ എപ്പോഴും എല്ലാവരും കാണുന്ന ഒരു ഐഡിയൽ വേർഷൻ ഉണ്ട്. നമുക്ക് ആ രീതിയിലാണോ, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നത്. ആ വേർഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിന് അലൈനായിട്ടുള്ള ഇൻപുട്ട് നമ്മുടെ ബ്രെയിനിന് കൊടുക്കണം. അപ്പം കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നാൽ എന്താണ്, നമ്മുടെ ബോഡിക്ക് ആ നല്ലതല്ല. ദർ ഇസ് എ കോട്ട് സംതിങ് ഗോസ് ലൈക്ക് യു ആർ വാട്ട് യു ഈറ്റ് ആൻഡ് യുവർ മൈൻഡ് ഈസ് വാട്ട് യു റീഡ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് മാറ്റാൻ കഴിയും. ഉദാഹരണത്തിന് എനിക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാം. അപ്പോൾ ഞാൻ ദിവസവും കുറേ റീല് കാണാണ്, ഫുട്ബോൾ ഗെയിം കുറേ കാണാണ്, അതുപോലെ തന്നെ വേറെ ഇങ്ങനെ പാട്ട് കേൾക്കാണ്. അങ്ങനെ അത് മാത്രം ചെയ്താൽ എനിക്കൊരിക്കലും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ മൈൻഡിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ആവേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ കണ്ടതെല്ലാം എല്ലാ റീല് മാത്രമല്ല, നമുക്ക് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിൽ കയറ്റുമ്പോൾ ശരിക്കും ബ്രെയിൻ ഒരു ചവറ്റ് കൊട്ടയായിട്ട് മാറുകയാണ്. ഈ റീൽസൊക്കെ കാണുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ആഫ്റ്റർ എഫക്ട്സ് വരുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ അത് ബാധിക്കും. കാരണം ഷോർട്ട് സ്പാനാണ്. അത് കാണുമ്പോൾ നമ്മളെ അറ്റൻഷൻ്റെ സ്പാന് കുറയാണ്, അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റിയൊക്കെ കുറയാണ്. അപ്പോൾ ക്രിയേറ്റ് യുവർ ഐഡിയൽ വേർഷൻ. ആ ഐഡിയൽ വേർഷനിലേക്ക് എത്താനുള്ള ഇൻപുട്സ് മാത്രം കൊടുക്കുക. ഈവൻ സോങ്സിന് വരെ നമ്മുടെ ഇമോഷൻസിനെ ഹൈജാക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ചില സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് കൺസ്യൂം ആണ്, നിങ്ങൾ എന്തൊക്കെ വെറുതെ സംസാരിക്കുകയാണെങ്കിൽ പോലും ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. നമ്മൾ നനച്ച വെർഷനിലേക്ക് എത്താനുള്ള എന്താണോ ആവശ്യം അത് മാത്രം നമ്മൾ ചെയ്യുക. നമ്മുടെ ബ്രെയിനിന് ഒരു ചവറ്റ് കുട്ടയാക്കാണ്ട് യൂസ് ഫോർ അവർ better days. And remember, together we grow better.